ഹലോ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത കിച്ചൺ ട്രിക്സ് വീഡിയോ കുറേ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷം. അപ്പം അന്ന് അതിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് കണ്ടുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും കറി വെക്കാൻ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ പ്രിസർവ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഇപ്രാവശ്യം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ഞാൻ സാധാരണ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഉപ്പുമാവ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അതിൽ റവ മാത്രമല്ലാതെ നമ്മൾ വെജിറ്റബിൾ മിക്സും കൂടെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മിക്സുകൾ റെഡിയാക്കിയിട്ട് ഇതേപോലെ ഫ്രീസറിൽ വെക്കാം. അതിനുവേണ്ടി ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എരിഞ്ഞെടുക്കും. പിന്നെ അതുപോലെ തന്നെ ബീൻസും നല്ല വൃത്തിയാക്കിയിട്ട് ഇതെല്ലാം കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അത് പ്രത്യേകം ഒന്ന് ഓർക്കണം എല്ലാവരും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് സ്വീറ്റ് കോൺ ഇവിടെ ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടും, കുക്ക്ഡ് ആയിട്ടുള്ളത്. അപ്പം അത് ഇതിനോട് ഈക്വൽ ആയിട്ട് ഉള്ള ക്വാണ്ടിറ്റി അതിൻ്റെ ഒരു പ്രപ്പോർഷനും കൂടെ എടുത്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറിൻ്റെ പീസുകൾ വെക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഒരു ഹാഫ് കുക്കാക്കിയത് അതും കൂടെ ചേർക്കാം. ഇങ്ങനെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് തന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വേഗം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ആ സമയത്ത് ഇതെല്ലാം കൂടെ നമ്മളെ കയ്യിലുണ്ടായിക്കൊള്ളണമെന്നില്ല, ഈ പച്ചക്കറികളെല്ലാം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കവറിലാക്കിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുറേ നാളിരിക്കും. അപ്പം നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പം ഡയറക്റ്റ് അത് ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ കടുകിട്ട് വറവിട്ടിട്ട് പിന്നെ നേരെ ഈ പച്ചക്കറി ആവശ്യമുള്ളത് നമുക്ക് കവർ തുറന്നിട്ട് ആവശ്യമുള്ളത് നമുക്ക് എടുത്തിടാം. അങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. പുറത്തൊന്നും വെക്കാൻ പാടില്ല. പിന്നെ ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴാണോ പെട്ടെന്നൊരു ആഗ്രഹം പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്കത് ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് ക്ലീൻ ആക്കണ്ടേ വേവിക്കണ്ടേ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് മടി തോന്നേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഫ്രണ്ട്സും ഉണ്ണിയും കൂട്ടിയൊക്കെ വരുവാണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടി പറ്റും. അതിന് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ രണ്ടറ്റ അപ്പുറം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ നീളത്തിൽ അരിഞ്ഞ പോലെ അരിഞ്ഞിട്ട് ഒന്ന് ബോയിൽ ചെയ്യുക. 1 മിനിറ്റ് ബോയിൽ ചെയ്താൽ മതി. 1 മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് തിളച്ചിട്ട് നല്ലോണം ഒന്ന് തിള വന്നാൽ മതി. എന്നിട്ട് നമ്മളത് അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് കുറച്ചു നേരം പുറത്ത് വെച്ചിട്ട് അത് നല്ലോണം തണുത്ത് അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയി നല്ല ഉണങ്ങിയിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത്, എന്തെങ്കിലും സൺഫ്ലവർ ഓയിലോ ബട്ടറോ അങ്ങനെ എന്താ നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോറിൽ ഇതേപോലെ കോട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇതും അങ്ങനെ തന്നെ കുറേ നാളും കേടാവാതെ. പിന്നെ കുട്ടികൾക്കൊക്കെ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് എണ്ണ ചൂടാക്കി നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക, എന്നിട്ട് നേരെ പൊരിക്കാം. അപ്പോൾ ഈ കോൺഫ്ലവർ കൂടി ചേർത്തിട്ടുള്ളത് കൊണ്ട് അപ്പം അന്നേരം പൊരിക്കുമ്പം നല്ല മുരുമുരാന്നിരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി ഞാൻ ഫുൾ വെജിറ്റബിൾസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എങ്ങനെ പ്രിസർവ് ചെയ്യാൻ നോക്കാം. ഫ്രൂട്ട്സ് അധികം മാങ്ങ പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ സീസൺ ആകുമ്പം ഒരുപാട് കാണും. പിന്നെ ഇതൊന്നും ഫ്രിഡ്ജിൽ താഴ്ഭാഗത്ത് അധികം നാളൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റൂല, അങ്ങനെ ഉടഞ്ഞലിഞ്ഞിങ്ങനെ പോകും. അപ്പം നമുക്ക് നല്ല പോലെ പഴുത്ത മാങ്ങാണെങ്കിൽ നമുക്ക് കഴിക്കാനും അത്ര ഒരു സുഖം ഉണ്ടാവില്ല, അങ്ങനെ അളിഞ്ഞിരിക്കുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് അത് മിക്സിയിൽ അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം, കുറേ ജ്യൂസ് അടിക്കുന്ന പോലെ വെള്ളം ഒഴിക്കരുത്. ആ മാങ്ങ ഒന്ന് അരഞ്ഞു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഐസ് ട്രേയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ വലിപ്പമുള്ള മോൾഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒരു 24 hours ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ അത് കുറച്ച് കട്ടകളായിട്ട് ഇതേപോലെ വരും. അപ്പോഴും നമുക്ക് ഈ കട്ടകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലോ കവറിലോ ആക്കിയിട്ട് വീണ്ടും ഇതേപോലെ ഫ്രീസ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് 1 ഗ്ലാസ് ആണ് നമുക്ക് ജ്യൂസ് അടിക്കേണ്ടതെങ്കിൽ അതിനുള്ള ക്വാണ്ടിറ്റി ഒരു 3-4 ക്യൂബ്സ് എടുത്തിട്ട് നമുക്ക് പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അന്നേരം പെട്ടെന്ന് തന്നെ ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കവറിലോ ബോക്സിലോ എങ്ങനെ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് വെക്കാം. അതേപോലെ നമുക്ക് സ്ട്രോബെറി ഇപ്പം നാട്ടിൽ അത്യാവശ്യമൊക്കെ കിട്ടും. ഇപ്പം എവിടെ നിന്നായാലും സ്ട്രോബെറി മിക്കവാറും വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന സാധനമാണ് ഈ സ്ട്രോബെറി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും കാണാൻ താനെ അത് കേടായി പോകുന്നത്. അപ്പോൾ അതും ഇതേപോലെ ഞെട്ടുകളൊക്കെ കളഞ്ഞ്
നല്ല വൃത്തിയാക്കി അതിൻ്റെ കേടുഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി, ചെറിയ കഷ്ണം എങ്ങനെ വേണമെങ്കിൽ ആക്കാം. 2 കഷ്ണമോ 3 കഷ്ണമോ ആക്കിയിട്ട് ഇതേപോലെ ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് കവറിലിട്ടിട്ട് വെച്ചാൽ മതി. കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്കൊരു സ്ട്രോബെറി ഷേക്കോ സ്ട്രോബെറി മിൽക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതൊക്കെ നല്ല ഡയറക്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നു, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പാലൊഴിച്ച് അടിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. ഇനി അതേപോലെ ഒരു ടിപ്പാണ്, ഇങ്ങനെ ചിക്കൻ ആകുമ്പം ചിക്കൻ വെക്കുമ്പം ചിലർക്കൊന്നും ഈ ബ്രസ്റ്റ് പീസ് വരുന്ന ആ തടിച്ച ഭാഗം വരുന്നത് ആരും ചിലപ്പോൾ അധികം കഴിക്കാൻ കുട്ടികൾക്കോ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു മടിയായിരിക്കും ചിലപ്പം. അപ്പം നമ്മൾ ഈ ബ്രസ്റ്റ് പീസ് ഒരു ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രസ്റ്റ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കത് ബ്രസ്റ്റ് പീസ് കൊണ്ട് വെക്കുന്ന ഐറ്റംസ് കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി ചിക്കൻ കൊണ്ട് കറി വെക്കാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറയേ ഇല്ല, ഒരു ചിക്കൻ ഫുള്ളായിട്ട് വെച്ച പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു ബ്രസ്റ്റ് പീസിൻ്റെ അളവ് അവിടെ നിന്നും പോയെങ്കിലും നമുക്കാണെങ്കിൽ ഈ ബ്രസ്റ്റ് പീസ് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്കത് സേവ് ചെയ്യാനും പറ്റും. കണ്ടോ, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല, ഒരു ചിക്കൻ വെട്ടി അത്ര ഉണ്ടാവും, അത്ര തന്നെ ഈ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് ഞാനിടാം.